guys, welcome back to our new video of Minecraft Let's Play നാലാമത്തെ എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോണത് നമ്മൾ വിചാരിച്ച പോലെ ഇതല്ല. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാവില്ല ബ്രിഡ്ജിൻ്റെ പിന്നെ ഇവിടുന്ന് മറ്റേ പാലം, അതല്ല ഇവിടുന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ മൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് മറ്റേ ഒരു മൈൻ ഷാഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിന്നത് ലൂട്ട് ചെയ്യുന്നതാണ് വീഡിയോ. ലൂട്ട് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഞാൻ താഴെ എത്താറായി. ഓക്കെ ലെറ്റ്സ് ഗോ. നമ്മളെത്തിയിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. നമുക്ക് കോർഡിനേറ്റ്സ് എടുത്ത് വയ്ക്കാം. ഗൈസ്, ചെറിയൊരു എറർ ഉണ്ട്. ഇതല്ല നമ്മുടെ മൈൻഡ് ഷാഫ്റ്റ്. ഇത് അല്ല, തന്നെ ഞാൻ അവിടെ നിന്നപ്പോൾ അത് ഫുള്ള് ക്ലോസ്ഡ് ആണ്. അയ്യോ, നമ്മൾ അയൺ എടുത്തില്ല. നമ്മുടെ അയണിന്റെ പിക്കാക്സ് എടുത്തില്ല. കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്നൊരു സ്പോണർ ഞാൻ പ്രതീക്ഷിക്കണം. അത് കിട്ടിയ ടോർച്ച് എടുത്തിട്ടില്ല. ഗുഡ്, വെൽ ഡൺ മൈ ബോയ്. അതൊക്കെ തന്നെ ഞാൻ ന്യൂബാന്ന് പറയാൻ കാരണം അതൊക്കെ ഒരു സ്പൈഡറിന്റെ പല അങ്ങോട്ട് ക്ലോസ്ഡാ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മള് വന്ന വഴിക്ക് തന്നെ കയറി പോയിട്ട് ടോർച്ച് അയ്യോ നമുക്ക് പോയിട്ട് കുറച്ച് ടോർച്ച് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പൊ എന്റെ ബിഗ് ബ്രെയിനില് ഞാൻ ടോർച്ച് എടുത്തിട്ടുണ്ടായില്ല. എനിക്ക് ടോർച്ച് തരാം. ഇവിടെ നൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബേസ് അടിപൊളി. സോ ഗൈസ്, നമ്മള് ട്രേഡിങ് ഹാൾ പണിയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് വേണേ, കാരണം നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും സുഖമാണ്. ഓക്കെ, ഇത് നമ്മള് മൈനിങ്ങിനായിട്ട് ഇറങ്ങിയ വഴിയാണ്. ഇവിടെ സ്റ്റോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കിയിട്ടാണ്. നമുക്ക് നേരെ ദൂരോട്ട് അല്ലെങ്കിൽ ഈ സൈഡ്, ഏതെങ്കിലും ഒരു സൈഡ്, ഈ സൈഡും വേണം. ഇത് രണ്ടും കടല. നമുക്ക് ഈ സൈഡോ അല്ലെങ്കിൽ ആ സൈഡോ വേണം ട്രേഡിങ് ഹാളും സെറ്റ് ചെയ്യാൻ. നമ്മൾ ടോർച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ ആ കുഴിയിൽ പോയി ഇറങ്ങാം. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അയ്യോ, നമ്മൾ ഏത് വഴി വന്നേ? ഓ, അതുകൊണ്ട് സ്കെൽട്ടൺ നിൽക്കണം. ഓക്കെ, നമുക്കിപ്പോ ഒരു 3 ബോണായിട്ടുണ്ട്. അത്യാവശ്യം ബോൺ കൂടി ഒപ്പിച്ചു കഴിഞ്ഞാ നമുക്ക് കാണിച്ച ഒരു ഡോഗിന് അത്യാവശ്യം വലിപ്പമുണ്ട്. ഓക്കെ, സ്പോണർ അത് അയ്യോ ഓടിക്കോ, വാടാ. അയ്യോ, ഓ പണ്ടാരം. നമുക്ക് ഈ ഷീൽഡ് തന്നെ വെക്കാതെ നമുക്ക് സേഫ്. അയ്യോ, ഏത് വഴിയാ പണ്ടാരം ഓടിച്ചിട്ട് വന്ന്? ഓക്കെ, നമുക്ക് അതെന്താ വെച്ചാ നോക്കാം. ഓക്കെ, നമ്മളിപ്പോ അതവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ അതിനൊക്കെ വരിയിട്ട്. അയ്യോ, പണ്ടാര സ്പൈഡർ, ഐ ഹേറ്റ് സ്പൈഡേഴ്സ്. ആ ടോർച്ചാണ് ചതിച്ചത്. തേങ്ങ ടോർച്ച് ലെഫ്റ്റ് ഹാൻഡ് ചെയ്യുന്നിട്ട് ഞാൻ എങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ടോർച്ച് അടിക്കല്ലേ, അല്ലാതെ സ്റ്റോപ്പായെന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കിയുള്ള അയനും കൂടി അങ്ങോട്ട് പെറുക്കാം. ഐ തിങ്ക് ആയിക്കോട്ടെ. വെയിന് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും വെറുതെ കിട്ടണല്ലേ. അയ്യോ, പൊട്ട്. ഓക്കെ, നമുക്ക് 31 സംതിങ് ആയിട്ടുണ്ട്. ഓക്കെ, എന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഇരിക്കട്ടെ. വെറുതെ കിട്ടുന്നത്. അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട്.
നമ്മളിപ്പോ ഏത് വഴി ഈ വഴി വന്നു. ഇതിന്റെ മോളിക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു മൈൻ ഷാഫ്റ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആ സ്പോണർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ഇത്ര ഉള്ളു. നമുക്ക് ഓവർ മോളിക്ക് പോകേണ്ടത് നല്ലത്. ഇതിനൊക്കെ ഞാൻ പോയിണ്ടോ എന്ന് ഡൗട്ട്. അതൊക്കെ വെളിച്ചം കാണാണ്ട്. ഈ മൈൻ ഷാഫ്റ്റിൽ തന്നെ സ്പോൺ ആവും ലൈറ്റ്. അത് കൊള്ളാം. പതുക്കെ കയറിയൊക്കെ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ റൂട്ട് അത്യാവശ്യം നമുക്ക് തരും. ഓക്കെ, കുഴപ്പമില്ല. സിമ്പിൾ, അതിന്റെ ആവശ്യമില്ല. നമുക്ക് അയൺ വാരിക്കൊരു തരികയാണ്. ഈ വഴി ലെവലാണ് എന്തോ അയൺ നല്ലപോലെ ഉള്ളത്. വാട്ടെവർ, ഐ ഡു മൈ ജോബ്. ഓക്കെ, താഴ്ത്തിക്കും കുറെ ഉണ്ട്. രസം. കറങ്ങി അവിടെ എത്തിയുണ്ട്. തിരിച്ചു വല്ല വഴി എനിക്കറിയാം. വാട്ട് ഈസ് ദിസ്? യോ, ഇത് കൊള്ളാം കേട്ടാ. ഓവർ വേണ്ട. ഇവന് ഇത്ര അടുത്തൊക്കെ എന്നെ തിരിച്ചു ചേത്തടുത്ത് കണ്ട്. ഇത് കൊള്ളാം. ഡയമണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ഇത് കൊള്ളാട്ടാ. ഇതുകൊണ്ട് ക്രീപ്പർ ചാടിയിട്ട് ഓക്കെ. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ടോർച്ച് കൊണ്ട് ഫാൻ ചെയ്യാം. ഇങ്ങനെ ഡയമണ്ട് ഒന്ന് എടുക്കും. പറയുകയാണെങ്കിൽ നമുക്ക് ആ ഡയമണ്ട് വേണ്ട, നമുക്ക് പിന്നെ എടുക്കാം. അവിടെ ഒരു സമാധാനം തരുന്നില്ല. ഉളുപ്പുണ്ടോ മാതിരിക്ക് തോണ്ട പോണടുത്ത്. അയ്യോ, കീ മാറി നിൽക്കിയതാ. നമുക്കൊരു ബോ ഉണ്ടാക്കി വന്നിട്ട് മരൊക്കെ തോണ്ടത് അവിടെ. അതിന്റെ കണ്ണു പോയി നോക്കിയാ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു കമ്പനിയിൽ എടുക്കാം. ഓക്കെ, മോളെ ഇതുവഴി വന്നൊന്നും എടുത്തില്ല. ഇതുവഴി ഇപ്പൊ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നു. അപ്പൊ നമ്മള് അവധീനെ വന്നു. അവധീനെ ഞാൻ പോയ പാടൊന്നും കാണും. ഓക്കെ, ഒരു ലൈറ്റ് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒറ്റല്ല നമ്മൾ ഇറങ്ങി വന്നേ. അതുകൊണ്ട് അയ്യോ. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടായത് നന്നായി. ഇവിടെ ഡയമണ്ട് കണ്ടുപിടിക്കാനുള്ള കുഴി. അപ്പൊ ഞാൻ ഈ വരുന്ന എപ്പിസോഡിൽ എങ്ങനെ ആ സാധനം പോയി എടുക്കാം. വെറുതെ നമുക്ക് ഒന്നാമത് നല്ല ആർമറില്ല. അതുകൊണ്ട് തന്നെ ഈ കോപ്പർ ഉപകാരമില്ല. നമുക്ക് പോയിട്ട് കോപ്പറിന്റെ ആർമർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഞാൻ മുകളിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ഇന്ന് രാത്രിയാ. ഇത് നോക്ക് ഞങ്ങള്. നമുക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം. ഇവന്മാര് അയണും ഡ്രോപ്പ് ചെയ്യോ? അയ്യോ, ഇത് എന്തത്? വാട്ട് ഈസ് ദിസ്? അടേ എനിക്ക് ഒട്ട് രാശിയില്ല. സോംബി മറ്റേ സാധനം. അയ്യോ, 2 കുട്ടി സോംബി. മരിക്കൊന്നും വേറെ പണിയില്ലേ? അയ്യോ, നിന്നെ എന്തായാലും നമുക്ക് പിറ്റേ ദിവസം വീഡിയോടെ ഇനി നാളെ. മോൺസ്റ്റേഴ്സ് നിയർ ബൈ യു. ഞാൻ ജസ്റ്റ് ടെക്സ്ചർ മാറ്റിയത് എനിക്കിങ്ങനെ. ഓക്കെ, നമുക്ക് എൻജോയ് ഗോൾഡൻ ആപ്പിൾ കിട്ടി. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ എടുത്ത് വെച്ചേക്കാം.
ഈ സാധനം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണ്ട. ഞാൻ അയൺ ഫാമിൻ്റെ അവിടെ നിന്ന് അല്ല ഈ വീട് പണി ഞാൻ പോയപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ. ഓക്കെ, 2 വട്ടൻ്റെ ഹാർട്ട് നിന്നു. അത് കാര്യമില്ല, ഒരു കാര്യമുണ്ട്. അപ്പം എന്തായാലും ഒരു പാൻറ് കൊണ്ട് എടുത്തേക്കാം. ഈ കോപ്പർ വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് ബാക്കിയുള്ള അതിന് ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ആയിട്ട് എടുത്തും കൂടെ ചെസ്റ്റിൻ്റെ അകത്ത് വെക്കാം. ഓക്കെ, നമുക്ക് അയ്യോ എന്തിനാ വന്നേ. നമുക്ക് 2 ലോഗ് എടുക്കുക. എന്നിട്ട് അവിടെ തന്നെ അവിടെ കയറ്റി വയ്ക്കാം. അയ്യോ ഈ ഹോട്ട്ക്ക് എന്തൊക്കെ മാറി കിടക്കുന്നുണ്ട്. ഞാൻ ഷിഫ്റ്റ് നിൽക്കുമ്പോൾ വർക്ക് ചെയ്യണില്ല. ഓക്കെ, അതാവട്ടെ. നമുക്ക് ഒരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് ഇപ്പൊ തന്നെ ഷീൽഡ് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ നമുക്ക് നമ്മുടെ നമുക്ക് ഫുഡ് നമുക്ക് കഴിക്കാൻ തരും വേണ്ടേ. കഴിക്കാൻ ഒരു തേങ്ങയില്ല ഇതിൽ ഉള്ളതൊക്കെ കഴിഞ്ഞു. ഓക്കെ, പകരം തൽക്കാലം കുറച്ച് ഞാൻ പിന്നെ വയ്ക്കാം. നമുക്ക് കുറച്ച് ഫുഡായിട്ട് നമുക്ക് മറ്റേ ഇതിന് പോവാം. ഒരു പട്ടീനെ കിട്ടും നമുക്ക് ബ്രെഡ് ഉണ്ടാക്കി തിന്നെ തൽക്കാലം. ഓക്കെ, നമുക്ക് തൽക്കാലം സ്വീറ്റ് ബെറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വാട്ടെവർ. അത് ചൂടാണ്. വേണ്ട. ഓക്കെ, ആ ബ്രെഡ് ഞാൻ തിന്നെടുത്തു. നമുക്ക് 2 സ്റ്റീക്ക് ഉണ്ട് കയ്യിൽ. അയ്യോ ഇത് തീർന്നില്ലേ. ഓടാ വയ്യാക്കി PvP കളിക്കണം. ഓക്കെ, നമ്മള് ബോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവൻ ടൈം ആയില്ലെങ്കിലാ 3 ടൈം ആവണം. എന്നാലും മറ്റേ സോംബി എപ്ലോ ആ സാധനം ഉണ്ടാവും. ഫുൾ സോംബി വെറുതെ ആളെ കൊല്ലാനായിട്ട് എഴുതുന്നു. ഗെയിം മോഡ് ഹാർഡിലെന്തോ അവന്മാരൊക്കെ എവിടെന്നാണ് ഇത്രയും ദൂരം ഒന്ന് റീച്ച് ആവണേ. ഓടാ ഇതൊക്കെ ബെഡ്റോക്ക് ആവണം. ഈ നമ്മുടെ ഫസ്റ്റ് ബഡി ബ്രദർ 3 ഈ ടൈം ആവണം. 1 2 പോലെ ടൈം പാട്ടി. ഓക്കെ, അവന് യോഗല്ല. എൻ്റെ കൂടെ വരാൻ യോഗല്ല അവന്. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പേരിട്ടാണ്. എന്തായാലും SLSും വീട്ടിലെന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കണ മോശമായിട്ടുള്ള പേരിട്ടാണ്. അത് കാര്യം കണ്ട. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്ക് ഫുഡ് റിസോഴ്സ് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ PvP ചത്തില്ല. നമുക്ക് ആ ഡയമണ്ട് പോയി എടുക്കണം. ഈ ഒരു PvP സ്കിൽ വെച്ച് പോയി കഴിഞ്ഞാൽ എന്തായാലും ചാവും. ജാവലി സാധനം നടക്കുന്നുണ്ട്. ഈ ക്രോസ് എയർ റിലോഡ് ചെയ്യുന്ന സാധനം അത് ഉള്ളതുകൊണ്ടാണ്. ഈ ബഗ് റോക്കിൽ ആ സാധനം ഇല്ല. നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു ഫുഡ് ഫാം സെറ്റ് ചെയ്യണം. നമുക്ക് ആ ബ്രിഡ്ജിന്റെ ഒക്കെ നോക്കണം. ഫുഡ് ഫാം ഞാൻ എന്ത് സെറ്റ് ചെയ്യണം? ഞാൻ ഈ ഏരിയയിലുള്ള എല്ലാ മൃഗങ്ങളെയും കൊന്നിട്ട് ഇവിടെ ഒരു ഒറ്റ എടുത്തുമ്പോൾ ഒരു സ്പോണുണ്ട്. ഒരു ആടില്ല, പശുവില്ല, ഒരു തേങ്ങയില്ല. ഉമ്മാര് സ്വിച്ച് പണിയെടുക്കുന്നല്ലേ. ഉമ്മാരോട് ഇരുന്ന മൈൻക്രാഫ്റ്റ്. അയ്യോ നോ ഈ മൈൻക്രാഫ്റ്റ് വീഡിയോ ഞാൻ ഇടും. എന്ത് കഷ്ടകാലാണ് നോക്ക്. നേരത്തെ മറ്റേ സാധനത്തിന്റെ അടികൊണ്ട് ചാവാൻ പോയി. ആ പോയിസൺ അടിക്കുന്ന സ്പൈഡറുണ്ടായിരുന്നു. പിന്നെ മറ്റേ സോംബി അവന്മാര് ജാഥ വിളിച്ച് കിടക്കണം. എന്നിട്ട് അവന്മാരെ ചെറിയ സോംബിനൊക്കെ വെച്ചിട്ട് നമുക്കിന്ന് ഫുള്ള് കഷ്ടകാലമായിരുന്നു. നോക്കിയിട്ട് കാര്യമില്ല. 2 ദിവസം മുന്നേ തുടങ്ങിയതാണ്. ബ്രേക്കായി. ഇന്ന് നമ്മുടെ വലിയ മൈൻഷാഫ്റ്റ് ലൂട്ട് ചെയ്യാൻ പോയി. അവിടെ ചേരി ഇളിഞ്ഞു. അവിടെ മറ്റേ പോയിസ് അടിക്കുന്ന സാധനം വന്ന് അടിച്ചു. ഭാഗ്യത്തിന് പൊട്ടായിട്ട് രക്ഷിച്ചു. ഒളിച്ചിരിക്കാൻ ശ്രമിക്കില്ല. അവ ഓടി വരെ എന്നെ കിട്ടണം പറഞ്ഞിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വീഴാൻ പോയി. പിന്നെ മറ്റൊരു സമ്മേളനം കൊണ്ട് നടക്കണം. അവർക്കൊന്നും വേറെ ഒരു പണിയില്ലണാവൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാ നമുക്ക് അടുത്ത എന്റെ ബേസ് നോക്ക്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ എന്തായാലും ഫുഡ് ഫാം സെറ്റ് ചെയ്യണം. കറക്റ്റ് തന്നെയാണ് നമ്മുടെ പ്ലാൻ ആൻഡ് അപ്ഡേഷൻസ് ആൻഡ് എക്സ്പ്ലോറിങ് ആൻഡ് ദ PvP സ്കിൽ ആൻഡ് ദ ക്ലച്ച് ആൻഡ് ദ പട്ടീനെ പിടുത്തം. അതൊക്കെ കഴിഞ്ഞു. ഇവിടെ തന്നെ നൈറ്റ് ആയിട്ടുണ്ട്. എന്നാ പോയി കിടക്കട്ടെ. ഞാൻ പിന്നെ കിടന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്ഡേഷൻസ് ആൻഡ് പട്ടിപിടുത്തം, മൈൻഷാഫ്റ്റ് ലൂട്ടൽ, ചാവാൻ പോയൽ, PvP സ്കിൽ, ക്ലച്ച്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ.
അടുത്ത വീഡിയോ പിറ്റേ ദിവസം വരാം. ഓക്കെ ബൈ. എല്ലാം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എല്ലാം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. വ്യൂസ് കിട്ടുന്നുണ്ട്, ചില ആരും ലൈക്കിനും സബ് ചെയ്യില്ല. എല്ലാം ലൈക്ക് സബ് കമന്റ് ചെയ്യും. ഓക്കെ ബൈ.